അപ്പൊ ഖാദിയാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ തങ്ങളെ ബഹുമാനിക്കണം എന്നുള്ള രൂപമല്ല. ബാപ്പാന്റെ ജീവിതം അതാണ് ഞാൻ നേരത്തെ മദ്ഹ് ഓതിയത്. ദിക്റും സ്വലാത്തും നിത്യമിൽ ചഹിദ് ഖുശൂഉം സത്യമിൽ എന്നുള്ള വരി ഫുൾ ടൈം ദിക്റും സ്വലാത്തും തന്നെയാണ്. നമുക്കറിയാം, ഞാൻ എന്നെ പഠിപ്പിച്ച് ഈ ഒരു 2 വർഷത്തേക്കാണ് എന്നെ കൂടെ കൂട്ടിയിട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇതിലേക്കാണ് പോക്ക് എന്നുള്ളത് എനിക്കറിയില്ല, നമുക്ക് തിരിഞ്ഞിട്ടുമില്ല. എന്നാലും ഒരുപാട് ഇങ്ങനെ ചെല്ലുമ്പോ ബഗ്ദാദ് യാത്രയിൽ കൂടെ ഉണ്ട്, ഞാൻ ഉമ്മ ഉണ്ട്, നമ്മളെല്ലാം ഉണ്ട്. അപ്പൊ ഞാനൊരു ഉപ്പാനോട് ചോദിച്ചല്ലോ, അപ്പൊ ഇങ്ങനെ ചുണ്ടനക്കി പോകണ്ട്. ഞാൻ ചോദിച്ചു, ഉപ്പ എന്താ ചെല്ലുന്നത്? അവൊന്നുമില്ല മോനെ, അതൊന്നും മുണ്ടിയില്ല. പിന്നെ പറഞ്ഞ് ഒന്നുമല്ല, അള്ളാന്റെ ഇസ്മയിൽ ഉപ്പാപ്പ ഹയാത്ത് കാലത്ത് എന്തായിട്ടുണ്ടായിരുന്നു, 1,00,000 സംതിങ് ഖാദിരി തരീക്കത്തിൻ്റെത്. ആ ത്വരീക്കത്ത് ഇത്ര ഇസ്മ ചൊല്ലിയിട്ട് അതിന്റെ റിയാദ കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മക്കൊന്നും ഇപ്പൊ അതാവൂല. അപ്പൊ പകരം ചൊല്ലിയിട്ടെങ്കിൽ അള്ളാഹ് നന്നാക്കിക്കോട്ടെ എന്ന് ഉപ്പ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിക്റും സ്വലാത്തും നിത്യമിൽ അച്ചൈത ഖുശൂഉം സത്യമിൽ. എന്താ ഖുശൂ? എന്താ? 4 ജനങ്ങളെ മുമ്പിൽ അറിയിക്കലാണോ? അല്ല. ഖുശൂ തന്നെ 2 സ്ഥാനമുണ്ട്. ദുന്യവിയായ ഖുശൂ ഉണ്ട്, ഉഖ്റവിയായ ഖുശൂ ഉണ്ട്. ദുന്യവിയായ ഖുശൂ എന്താ? ജനങ്ങളുടെ മുമ്പിൽ 4 കാണാം, അതിനുമാണല്ലോ ഒരു ഖുശൂ. അതല്ല, ഉഖ്റവിയായ ഖുശൂ ആണ് ബാപ്പ തെരഞ്ഞെടുത്തത്. ഏത്? ആര് കാണാനോ പിടിക്കാനൊന്നുമല്ല, സമയത്ത് ചൊല്ലി ആ രൂപത്തിലേത്. എന്നാലോ വന്ന ജനങ്ങളൊക്കെ തലോടി എല്ലാം ചെയ്ത് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഖുർആനും ദിക്റും ഓതി ആ രൂപത്തിൽ ബാപ്പാന്റെ ജീവിതം അതാണ്. അതേതും ഞാൻ പേര് ഓതിയത് ചെയ്ത ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ആ ഓദ്യ ദിക്റും സ്വലാത്ത് ഖുർആൻ ശരീഫൊക്കെ എന്താക്കുകയാണ്? നമ്മളെ ജീവിതകാലത്ത് ഏത് നിലക്കും സഹായിക്കാൻ അർഹതപ്പെട്ടത് ബദരീങ്ങളാണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത്, അവിടുത്തെ ബാപ്പ തന്നെയും അവിടുത്തെ ഉമ്മയുമാണ്. ബന്ധുണ്ടെങ്കിലും ബദരീങ്ങളെ പേരിലായി കൊടുക്കണം എന്നുള്ളത് ആയതുകൊണ്ട് ആ ചെല്ലുന്നൊക്കെ ബദരീങ്ങളിലേക്ക് ഹദിയാക്കിയപ്പോൾ സത്തായ ഈമാൻ അതാ വർദ്ധിക്കുകയാണ്. എന്നിട്ടോ ആ സത്തായ ഈമാനിന്റെ ഭാഗമാണ് ഇതൊക്കെ. ഈ ഒരുമിച്ച് കൂടലും ഈ നാനാഭാഗത്ത് നമ്മൾ ഇപ്പൊ ഖാദി നിൽക്കുന്ന സ്ഥലത്തുള്ള പള്ളിയാകുന്ന പള്ളി, ദർസാകുന്ന ദർസ്, മദ്രസയാകുന്ന മദ്രസയുടെ വളർച്ച അതിന്റെ ഒരു ഭാഗമാണ്. ശേഷം അതാ ഞാൻ നേരത്തെ ബൈത്തോതി, ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. എന്താ ബൈത്ത്? അതെ, ഞാനും നിങ്ങളും ബാപ്പാന്റെ എല്ലാ ദുആയിൽ പങ്കെടുക്കലുണ്ട്. അതേ, ഏത് ദുആയിലും ഉണ്ടാകലുണ്ട്. എന്താ? മാരകമായ രോഗം വന്ന് മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യമാർക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ആവശ്യമില്ലാതെ വലിച്ചെറിഞ്ഞൊരവസ്ഥ ആക്കല്ലേ എന്നുള്ള ദുആ അവിടെ പുലരുകയാണ്.